ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം. സൈനിക മേധാവികളെയും ഭരണകർത്താക്കളെയും ദാവീദ് നിയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഇതിനു മുമ്പ് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുകയാണ്. ആത്മീയവും ലൗകികവുമായ 2 തലങ്ങൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ്. രാജാക്കന്മാർ ജനങ്ങളുടെ ലൗകികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പുരോഹിതന്മാർ അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് പരസ്പരം വിരുദ്ധതയുള്ളതല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ആത്മീയവും ലൗകികവുമായ കാര്യങ്ങൾ ആ 2 തലങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കറിയാം, പഴയ നിയമത്തിൽ പൊതുവെ രാജാവിനെ വാഴിക്കുന്നിടത്ത് പുരോഹിതൻ്റെ സാന്നിധ്യവും പുരോഹിതനെ തിരഞ്ഞെടുക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത് രാജാവിൻ്റെ സാന്നിധ്യമൊക്കെ പഴയ നിയമകാലത്ത് നമ്മളിത് കാണുന്നുണ്ട്. ശൗലിനെ ശമൂവേൽ പുരോഹിതനാണ് എന്ന് അഭിഷേകം ചെയ്യുന്നത്. രാജാക്കന്മാരെയൊക്കെ രാജാവും പുരോഹിതനും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ഇന്ന് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. രാഷ്ട്രീയം മതപരവും പലപ്പോഴും ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പരിശുദ്ധ സുറിയാനി സഭയിലെ പ്രാർത്ഥനകളിൽ രാജാക്കന്മാർക്ക് വേണ്ടിയും നേതാക്കൾക്കൊക്കെ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ പോലുമുണ്ട്. കാരണം അവരെയും ദൈവമാണ് നിയോഗിക്കുന്നത്. ദാവീദിനെ സംബന്ധിച്ചുള്ള ലൗകികവും ആത്മീയവും എല്ലാം ദൈവത്തിൻ്റേതാണ്. അപ്പം അതുകൊണ്ട് അത് രണ്ടും ചേർന്ന് പോകണമെന്നുള്ള ഒരു വലിയ മനോഭാവം അദ്ദേഹത്തിനുണ്ട്. ഇന്നും നമുക്കത് ആവശ്യമാണ്. അതുകൊണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്രമീകരിച്ചതുപോലെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയൊക്കെ പേര് വിവരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ പ്രത്യേകം എടുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള വ്യക്തിയാണ്. ആ രാജ്യത്തിലെ ഓരോ വ്യക്തിയും, ഇസ്രായേലിലെ ഓരോ വ്യക്തിയും വളരെയേറെ വിലപ്പെട്ടതാണ് ദാവീദിന്. ഈ ഒരു കാഴ്ചപ്പാട് രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഉണ്ടാവേണ്ടതാണ്. ഓരോ വ്യക്തിയും ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യം എങ്കിൽ മാത്രമേ നമുക്കവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവർ വില കുറഞ്ഞതാണെന്ന് തോന്നുമ്പോഴാണ് അവരെ അടിച്ചമർത്താനും ഭരിക്കാനുമുള്ള പ്രവണത ഉണ്ടാവുക. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഒരുവൻ മറ്റൊരുവനേക്കാൾ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ സാധിക്കുന്നൊരു മനോഭാവം നമുക്കതുണ്ടാവേണ്ടതാണ്. ഇവിടെ വായിക്കുന്ന 24,000 പേരടങ്ങുന്ന ഓരോ സംഘവും ഓരോ മാസവും തവണകളായി തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതായി കാണുന്നുണ്ട്. 24,000 അങ്ങനെ 12 മാസത്തേക്കുള്ള ക്രമീകരണവും ചെയ്യുന്നതായി 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമുണ്ട്. യാതൊരു കൺഫ്യൂഷനില്ല, തർക്കങ്ങളില്ല, കലഹങ്ങളില്ല. ആ തവണക്രമം അനുസരിച്ച് ഓരോരുത്തർ വന്ന് അവരുടേതായ ശുശ്രൂഷകളും ജോലികളും ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിലാകെ ഒരു വലിയ ഡിസിപ്ലിൻ ദാവീദിനെ സംബന്ധിച്ച് അതിനു മുമ്പ് ഇസ്രായേലിലെ രാജാക്കന്മാരാരും ചെയ്യാത്ത രീതിയിൽ വലിയൊരു ഡിസിപ്ലിൻ ദാവീദിൻ്റെ എല്ലാ ജീവിതത്തിലും ജീവിതക്രമത്തിലും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഗോത്ര അധിപന്മാരുടെ പേര് വിവരങ്ങളെ പറയുന്നു. ഓരോ ഗോത്രത്തിൻ്റെയും അധിപന്മാരായിട്ടുള്ള ആളുകളെ 23 മുതൽ 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ എണ്ണമെടുക്കും. 20 വയസ്സിന് മുകളിലുള്ളവർ. ഇപ്പോൾ 20 വയസ്സായിരുന്നു അന്നത്തെ കാലത്തെ ഒരു മനുഷ്യൻ്റെ
പ്രായപൂർത്തിയാകുന്ന പ്രായം 20 ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് താഴെയുള്ളവരെ എണ്ണാതെ അതിന് മുകളിലുള്ളവരെ എണ്ണാനുള്ള ഒരു പ്രവണത അവിടെ കാണിക്കുന്നത്. 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മേൽനോട്ടക്കാരുടെ പേരുവിവരങ്ങളാണ്. എല്ലാത്തിൻ്റെയും മേൽനോട്ടക്കാരെ കാണുന്നുണ്ട്. രാജഭണ്ണാരങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, കൃഷിത്തോട്ടം, സംഭരണശാലകൾ, ഗോപുരങ്ങൾ, വീഞ്ഞ് ശേഖരിക്കുന്നതായ അറകൾ, ഒലിവ് തോട്ടങ്ങൾ, ഒലിവെണ്ണയുടെ സംഭരണശാലകൾ, കന്നുകാലികൾ, അത് മലമുകളിലുള്ള കന്നുകാലി, താഴ്വരയിലുള്ള കന്നുകാലികൾ, ഒട്ടകങ്ങൾ, ആട്ടിൻപറ്റങ്ങൾ, അങ്ങനെ ദാവീദിൻ്റെ സമ്പത്തിൻ്റെ എല്ലാ ചുമതലക്കാരെ പ്രത്യേകമായി വേർതിരിച്ച് അവർക്കെല്ലാം ഓരോ ചുമതല കൊടുത്ത് അവരെ നിയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ്, എത്ര അതിമനോഹരമായ രീതിയിലാണ് ഈ ഭരണക്രമീകരണം ദാവീദ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നും അങ്ങനൊന്നുമില്ല. കയ്യുകൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയവും മതവും എല്ലാം അധപ്പതിച്ചു പോയി എന്നുള്ളതല്ലേ സത്യം. നമ്മൾ പഴയ നിമിത്തം നോക്കിയാൽ എന്തോ ഒരു ക്രമീകരണമാണ് ദൈവം മുഖാന്തരം അല്ലെങ്കിൽ ദൈവത്തിലൂടെ ദാവീദ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 32-ാം വാക്യത്തിൽ അമ്മാവനായ ജോനാഥാനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. ദാവീദിനെ ഏറ്റവും കൂടുതൽ ജീവിത പ്രതിസന്ധികൾ സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. നമ്മുടെ രാജകുമാരന്മാർക്ക് ആവശ്യമായ വിദ്യ നൽകുവാൻ പഠിപ്പിക്കുന്നതിന് അദ്ദേഹത്തെയും അവിടെ നിയോഗിക്കുകയാണ്. ഓരോരുത്തരുടെ കഴിവനുസരിച്ചും താലന്തുകളനുസരിച്ചും അവരവരെ ഉപയോഗിക്കാനുള്ള കഴിവ് ഒരു രാഷ്ട്രീയ നേതാവിനും മത നേതാവിനും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ദാവീദിൽ നമുക്കിത് രണ്ടും കൂടി ചേർത്ത് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 33-ാം വാക്യത്തിൽ ഒരു രാജമിത്രത്തെക്കുറിച്ച് പറയുന്നത്. രാജവാഴ്ച കാലത്ത് അംഗീകരിക്കപ്പെട്ട ഒരു വലിയ സ്ഥാനമായിരുന്നു രാജമിത്രം എന്ന് പറഞ്ഞാൽ യുദ്ധ സമാധാന ഘട്ടങ്ങളിലെല്ലാം രാജാവിൻ്റെ പ്രതിനിധിയാണ്. അവർക്ക് ആ രാജ്യത്ത് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ നമുക്കിന്ന് നമ്മുടെ രാജ്യങ്ങൾക്കൊക്കെ അംബാസഡേഴ്സ് ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൽ നിന്ന് അവർ പ്രതികരിക്കും. രാജ്യത്തിന് വേണ്ടിയാണ് അവർ പോകുന്നത്. രാജ്യത്തെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളുകളാണ് അംബാസഡേഴ്സ്. പ്രിയമുള്ളവർ, നമ്മളും എല്ലാം ഈ രാജമിത്രങ്ങളാണ്, അല്ലെങ്കിൽ അംബാസഡേഴ്സാണ്. ആരുടെ? യേശു ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അംബാസഡേഴ്സായി ഈ ഭൂമിയിൽ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളവരാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ആ സ്വർഗരാജ്യത്തെ ഈ ഭൂമിയിൽ പ്രതികരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ പ്രതികരിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിൻ്റെ രാജ്യം വരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുണ്ടാവേണ്ടത് നമ്മിലൂടെയാണ്. നമ്മളാണ് ക്രിസ്തുവിനെ പ്രതികരിക്കുന്നവരെ. എന്നാൽ നമുക്കന്നത് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയവും ലൗകികവുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് രണ്ടും ദൈവത്തിൻ്റേതാണെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നതുപോലെ നമുക്കും നമ്മുടെ ആത്മീയവും ലൗകികവുമായ എല്ലാ ജീവിതക്രമങ്ങളെയും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അതനുസരിച്ച് പരിശുദ്ധാത്മാവെ ആ രണ്ട് തലങ്ങളിലും നീതിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.